പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ചപ്പെടാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഇറിറ്റേഷണൽ ഫിയർ അഥവാ അകാരിത ഭയം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. സത്യത്തിൽ നമ്മൾ ഈ അകാരിത ഭയം എന്നൊക്കെ നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും അതെന്താണ് എന്ന് വ്യക്തമായൊരു ധാരണ നമുക്കിടയിൽ ആർക്കുമില്ലതായിരുന്നു. അപ്പോൾ അകാരിത ഭയം എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണലായ ഒരു രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മളൊരു ബിസിനസ് തുടങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മളൊരു അത്ലാന്റിക് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഒരു സിനിമ പിടിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്തരം ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരാജയപ്പെട്ടു പോകും എന്ന ഒരു ഉൾഭയം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതിനെയാണ് അകാരിത ഭയം അഥവാ ഇറിറ്റേഷണൽ ഫിയർ എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ഒരു ഉദാഹരണ സഹിതം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു കൊച്ചുകുട്ടി, ഒരു 7 വയസ്സായ ഒരു കൊച്ചുകുട്ടി വല്ലാത്ത കരച്ചിൽ. അപ്പോൾ കൊച്ചിൻ്റെ അമ്മ ചോദിച്ചു, എന്തിനാണ് മകനെ നീ ഇങ്ങനെ കരയുന്നത്? കൊച്ചു പറയുന്നില്ല. അച്ഛൻ ചോദിച്ച് എന്തിനാണ് കരയുന്നത്? അപ്പോഴും കൊച്ചു മിണ്ടുന്നില്ല. അങ്ങനെ സഹോദരങ്ങളൊക്കെ വന്ന് കൊച്ചിനോട് ചോദിച്ചു, എന്താണ് ഇത്ര പ്രശ്നം, വലിയ വാവിട്ട് കരയാനുള്ള കാരണം എന്താണെന്ന് കൊച്ചിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കൊച്ച് അവസാനം പറയുകയാണ്, നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ടൊരു ചെറിയ തോടുണ്ട്, അതായത് ചെറിയൊരു അരുവിയുണ്ട്. ആ അരുവിക്കപ്പുറമായിട്ട് അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടിയെ തുടലിൽ പൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അത് എന്നെ നോക്കി ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭയം എന്ന് പറയുന്നത് ആ പട്ടി ആ തൊടൽ പൊട്ടിച്ച് ആ തോട്, ആ അരുവി നീന്തി വന്ന് എന്നെ കടിക്കുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ കരയുന്നതെന്നാണ് കൊച്ചുകുട്ടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അക്കരെ പൂട്ടിയിട്ടിരിക്കുന്ന പട്ടി തുടൽ പൊട്ടിച്ച് ആ പുഴ നീന്തി വന്ന് കുട്ടിയെ കടിക്കുമെന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന് കുട്ടി വിചാരിച്ചിട്ടാണ് കുട്ടി കരയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം, ഒരു പട്ടി പൂട്ടിയിരിക്കുന്നൊരു പട്ടി തുടൽ പൊട്ടിച്ച് വന്ന് പുഴ നീന്തി വന്ന് ഏതെങ്കിലും ഒരാളെ കടിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട്? ഇല്ല. സ്വാഭാവികമായും അങ്ങനെയൊരു ഭയം, അതായത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭയത്തെ ഉൾനിർത്തിക്കൊണ്ട് നമുക്ക് തോന്നുന്ന മനോവികാരത്തിനെയാണ് അകാരിത ഭയമെന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള അകാരിത ഭയം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല സംരംഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളെ മാറ്റിമറിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ, അകാരിത ഭയത്തിനെ കുറിച്ചുള്ള ഒരു വേവലാതി കൊണ്ട് നമ്മൾ ആ സംരംഭങ്ങൾ മാറ്റിവെക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.